ഡോക്ടർ അരുൺ എന്നും ഇപ്പോൾ സിന്ധു പറഞ്ഞത് കേട്ടല്ലോ. ഈ ഭർത്താവിന്റെ മരണത്തിന് മുന്നിൽ പകച്ചുപോയ ഒരു സ്ത്രീയല്ല. അവർക്ക് കൃത്യമായ ധാരണയുണ്ടായ നടന്ന കാര്യങ്ങളെക്കുറിച്ച്, പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ഡോക്ടർമാർ എങ്ങനെയാണ് പ്രതികരിച്ചതിനെക്കുറിച്ച് വളരെ കൃത്യമായ ചിത്രമാണ് സിന്ധു ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഒരു സ്വാഭാവിക മരണം അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ട സമയമല്ലേ ഇത്? ശ്രീ വേണുവിൻ്റെ തികച്ചും നിർഭാഗ്യകരമായ ഒരു മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മരിച്ച വേണുവിൻ്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കൊക്കെ തന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ ഈ ആൻജിയോപ്ലാസ്റ്റി അതുപോലെയുള്ള സംവിധാനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന കംപ്ലൈൻറ്റ്. എനിക്ക് തോന്നുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണെന്നും അത് ചെയ്താൽ പിന്നെ ആൾ എന്തായാലും രക്ഷപ്പെടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർക്ക് കൊണ്ടെന്ന് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ ചെയ്താൽ 3 to 6 hours 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ചെയ്താൽ ശരിയാണ്, അത് ഒരു അപ്പോൾ ഉണ്ടായിട്ടുള്ള ക്ലോട്ടിനെ അലിയിച്ച് കളയാനും ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലേക്ക് റീസ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ ഓൾറെഡി ഇവോൾഡ് MI അറ്റാക്ക് വന്നു കഴിഞ്ഞ ആളുകളിൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് ഇമ്മീഡിയറ്റായിട്ട് അത്ര ഗുണങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, പറഞ്ഞു കേട്ടിടത്തോളം ഒരു പ്രയോറിറ്റി ആയിട്ട് ഈ പേഷ്യൻറ്റിന് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാതിരുന്നത്. അതിൻ്റെ പുറമെ ക്രിയാറ്റിൻ കുറച്ച് കൂടുതൽ എന്നുള്ളത് കൊണ്ട് ക്രിയാറ്റിൻ കൂടുതലുള്ളവരിൽ ഈ നമ്മളൊരു IV ആയിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കളറിങ് ഏജൻറ്റ്, ഒരു ഡൈ കയറ്റിയിട്ടാണ് നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഡൈ ചിലപ്പോൾ വൃക്കയുടെ പ്രവർത്തനം പിന്നെയും മോശമാക്കാം എന്നുള്ളതുകൊണ്ട് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അതനുസരിച്ച് ഗുണമാണോ ദോഷമാണോ കൂടുതൽ ഉണ്ടാവുക എന്ന് നോക്കിയിട്ട് ആളൊന്നുകൂടി സ്റ്റേബിലൈസ് ചെയ്തിട്ട് പിന്നീട് ആൻജിയോ ചെയ്തിട്ട് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട്, പലപ്പോഴും ആളുടെ ചരിത്രം കേൾക്കുമ്പോൾ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവാനും ചിലപ്പോൾ ബൈപ്പാസൊക്കെ ചെയ്യേണ്ടി വരാനും സാധ്യതയുള്ളൊരു പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ആൻജിയോക്ക് പോവാതെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇവർ നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പ്രധാന പ്രശ്നം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പേഷ്യൻ്റ് കേരളത്തിലെ ഏതൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാലും ICUയിലാണ് കിടക്കുക സാധാരണ. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജിലൊന്നും എല്ലാ ICUയും എല്ലാ സമയത്തും ഫുള്ളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് മെച്ചപ്പെട്ട് മാറിക്കഴിയുമ്പോൾ ഉടനെ തന്നെ വാർഡിൽ നിന്ന് ഓൾറെഡി പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും ICUയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ICU ഫുൾ ടൈം ഫുള്ളായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേരളത്തിലെ എല്ലാ കാർഡിയോളജി മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ജില്ലാ ആശുപത്രികളിലെയും ICUകളുടെയൊക്കെ സ്ഥിതി. അപ്പം അത്രയും അധികം പേഷ്യൻസ് ഉണ്ട്, നമുക്കത് സംവിധാനങ്ങളില്ല. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പക്ഷേ അത് മെഡിക്കൽ കോളേജുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചതും അതാണ്. ഈ 1978 സ്റ്റാഫ് പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ തന്നെ അനുപാതം കുറവാണെന്നാണ് പറയുന്നത്. ആ പാറ്റേൺ പോലും കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ജഹനാരിയുടെ പ്രശ്നം സിന്ധുവിന് അറിയേണ്ടതില്ല. സിന്ധു ഒരു രോഗിയുമായിട്ട് വരുന്ന ഭാര്യയാണ്, ഭർത്താവുമായി എത്തിയ ഭാര്യയാണ്, ഭർത്താവിൻ്റെ രോഗത്തിന് ചികിത്സിക്കാനെത്തിയ ഭാര്യയാണ്. അവർക്ക് ഡോക്ടർമാരെ തിരക്കറിയേണ്ടതില്ല. ഡോക്ടർമാരെ സംബന്ധിച്ച് ഇത് പറയേണ്ടത് സർക്കാരിനോടാണല്ലോ. ആ സർക്കാർ അത് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ്? ആത്യന്തികമായ ആർക്കാണ് ഉത്തരവാദിത്തം? അതന്നെ KGMCT ഇപ്പോൾ സമരത്തിലാണ്. 13-ാം തീയതി അവർ പൂർണ്ണമായിട്ട് പണിമുടക്കാൻ പോവുകയാണ്. അവരൊരു ചർച്ചയ്ക്ക് പോലും ഗവൺമെൻറ് വിളിച്ചിട്ടില്ല, ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. അതാണ് സ്ഥിതി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി എടുത്താൽ അവർക്ക് സ്വന്തമായിട്ട് വാർഡുകളൊന്നുമില്ല. കുറേ മെഡിസിനിലെ ബെഡുകൾ മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ICU ഉണ്ട്, വാർഡില്ല. എനിക്ക് തോന്നുന്നത് കാർഡിയോളജിക്ക് സ്വന്തമായിട്ട് വാർഡില്ലാത്ത ഒരുപക്ഷെ ഏക മെഡിക്കൽ കോളേജ് തന്നെ കേരളത്തിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയധികം സ്റ്റാഫ് വേക്കൻ്റ് ആണ്. നഴ്സിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. പുതിയൊരു കാത്ത് ലാബ് അവിടെ റെഡി ആയിട്ടുണ്ട്, പക്ഷേ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു 1970കളിലെയോ 90ലെയോ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും കിഫ്ബിയോ മറ്റേ ഫണ്ടൊക്കെ വെച്ച് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റാഫിനെ നിയമിക്കുന്നില്ല. ഇപ്പോൾ കാർഡിയോളജിയിൽ PSC ലിസ്റ്റ് ഉണ്ട്, സ്റ്റാഫിനെ നിയമിക്കുന്നില്ല. PSC ലിസ്റ്റിൽ സ്റ്റാഫിനെ വിളിച്ചാലും ചിലപ്പോൾ വരില്ല. എന്തുകൊണ്ടാണ്? അതിനനുസരിച്ചുള്ള ശമ്പളം സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുറത്തോ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് മേഖലയിലോ കൊടുക്കാവുന്ന ഒരു ശമ്പളം കൊടുക്കാൻ സർക്കാരിന് കിട്ടുന്നില്ല, പൈസയില്ല.
അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ആളുകൾ വരാൻ മടിക്കും, ഡോക്ടർമാർ വരാൻ മടിക്കും. അതിപ്പോൾ നിങ്ങളുടെയൊക്കെ ആരുടെയും മക്കളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണെങ്കിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലത്താണല്ലോ ആളുകൾ ജോലിക്ക് പോവുക. അതായത് നാച്ചുറലി അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോഗ്യ മേഖലയെ വെച്ച് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോഴും ആരോഗ്യ മേഖലയ്ക്ക് കാര്യമായിട്ട് ഒരു മുതൽ മുടക്ക് നടക്കുന്നില്ല. പ്രത്യേകിച്ച് പേഴ്സണൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, മെഷീൻ ഉണ്ടാക്കുന്നു, പക്ഷേ നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല, ക്ലീനിങ് സ്റ്റാഫില്ല. അതായത് ഒരു ICUവിൽ ഒരു 2 പേഷ്യൻറ്റിന് ഒരു നേഴ്സ് വേണം എന്നുള്ളതാണ് കണക്ക്. ഒരു സാധാരണ എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും അതുണ്ട്. ഒരു 2 പേഷ്യൻറ്റിന് ഒരു നേഴ്സ്. എന്നാൽ നമ്മുടെ പല ഗവൺമെൻറ് മേഖലയിലെ ICUവിലൊക്കെ തന്നെ എങ്ങനെയുണ്ടാകും, ഒരു 15-20 ആൾക്ക് ഒരു നേഴ്സ്. വാർഡിലാണെങ്കിലും ഒരു 4-5 പേർക്ക് ഒരു നേഴ്സ് വേണം വാർഡിൽ. നമുക്കെങ്ങനെയാണ് ഒരു 50 പേർക്ക് ഒരു നേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ പല വാർഡുകളിലും. അത് നേഴ്സുമാരുടെ കാര്യം. ഡോക്ടർമാരുടെ കാര്യം അത്രയും മോശമാണ്. അപ്പോൾ നമ്മൾ വെറുതെ നമ്പർ 1 എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളുടെ നമ്പർ 1 എന്തിലാണ്? നമ്മുടെ ആളുകൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ബോധമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിന്ധുവിനൊക്കെ കൃത്യമായിട്ട് ആരോഗ്യത്തെക്കുറിച്ച് ബോധമുണ്ട്. ആരോഗ്യത്തിന് ബോധമുള്ളത് കൊണ്ട് ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുത്തിവയ്പ്പുകളും എടുക്കുന്നുണ്ട്, അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറവാണ്, മാറ്റേണൽ മോർട്ടാലിറ്റി കുറവാണ്, അതുപോലെ ബർത്ത് റേറ്റ് കുറവാണ്, ഡെത്ത് റേറ്റ് എല്ലാം ആ രീതിയിലാണ് നമ്മൾ നമ്പർ 1. അല്ലാതെ ഇപ്പോൾ ഒരു അറ്റാക്കിനെ ട്രീറ്റ് ചെയ്യാൻ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികൾ നമ്പർ 1 ആണോ ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല. എന്തായാലും ആ രീതിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് മുതൽ മുടക്ക് നടത്താനുണ്ട്. അതിന് സമൂഹം തയ്യാറാവണം. നമ്മളെല്ലാവരും നമ്മുടെ നികുതി പണം കൂടുതൽ കൊടുക്കേണ്ടി വരും, ഡോക്ടർമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും, കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും. അങ്ങനെയായാലും മാത്രമേ നമുക്കൊരു നമ്പർ 1 ആവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ പ്രത്യേക കേസിൽ എനിക്ക് തോന്നുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ ഈ ആൻജിയോനെ കുറിച്ചുണ്ട്. അതായത് ആൻജിയോ ചെയ്താൽ ഉടനെ തന്നെ ആൾ രക്ഷപ്പെടും എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. ശരിയാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഡോക്ടർമാർക്ക് നിന്ന് തിരിയാൻ സമയമില്ല. രാവിലെ 8 മണിക്ക് വന്നാൽ പിറ്റേ ദിവസം രാവിലെ 3 മണിക്കൊക്കെയാണ് ആൾക്കാർ പോകുന്നത് ആശുപത്രിയിൽ. പിന്നെ അവർക്ക് ഓരോ രോഗിയോട് സംസാരിക്കാൻ പറ്റില്ല. അതിന് വേറെ ആളുകളെ വെക്കട്ടെ. നമുക്കറിയാം എല്ലാ സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ PROs ഉണ്ട്, ഡോക്ടർമാർ രോഗികളോട് സംസാരിക്കാനുള്ള ആളുകളുണ്ട്. ആ രീതിയിലൊക്കെ നമ്മളും ശരിക്ക് ആ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റാഫ് വേണം. ഓരോ പേഷ്യൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റണം. അല്ലാതെ എന്ത് മരണങ്ങൾ ഉണ്ടായാലും, അതായത് എന്തായാലും ആശുപത്രിയിൽ മരണങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഹൃദ്രോഗികളാണ് മരണങ്ങൾ ഉണ്ടാവാം. എന്ത് മരണങ്ങളാണെങ്കിലും ചികിത്സാ പിഴവ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ മേഖട്ട് കയറിയിട്ട് കാര്യമില്ല. അവരുടെ മനോബീര്യം കൂടി നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ പിന്നെയും അവിടുന്ന് മാറിപ്പോവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംഭവങ്ങളുടെ കാര്യങ്ങളും മനസ്സിലാക്കുക. ആരും കരുതി കൂട്ടി ഒരാളും ഇന്നാള് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇതിലൊരു പ്രശ്നം വരുന്നത് ഇത് മരണശേഷം മരിച്ചയാളുടെ ബന്ധുക്കൾ വന്ന് പറയുന്നതല്ലല്ലോ, മരിക്കുന്നതിന് മുമ്പ് രോഗി തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവനവൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും താനിതാ മരിക്കാൻ പോകുന്നു എന്ന ഒരു ഭയത്തിൽ നിന്നുമൊക്കെയാണ് ആ ശബ്ദരേഖ പുറത്തു വരുന്നത്. അതിൽ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് പറഞ്ഞിട്ട് പോകാം എന്നൊരാളും മരിക്കാൻ പോകുമ്പോൾ തീരുമാനിക്കുന്നില്ല. മരണത്തിലേക്ക് എത്തുന്നു, തന്നെ നോക്കുന്നില്ല എന്നുള്ള വിഷമമാണ് സുഹൃത്തുമായി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ആ ശബ്ദരേഖയെ കാണേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഒരു സ്വകാര്യ മേഖലയിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ICUവിലായിരിക്കും അഡ്മിറ്റ് ചെയ്യുക. അതിൽ തെറ്റില്ല, അങ്ങനെ നടക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഹൈ ആകുമ്പോൾ ആയിരിക്കും. എന്തുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്തില്ല? അതിലും കൂടുതൽ സിവിയർ ആയിട്ടുള്ള ആളുകളെല്ലാം ICU ബെഡ് നിറഞ്ഞിരിക്കുകയാണ്. ICUവിൽ ബെഡ് വേണ്ടേ? ഏറ്റവും പ്രാകൃതമായ സംവിധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് ആണ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഗോപനിലേക്ക് വരാം. ഈ നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ, ഇതിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇല്ലാതിരിക്കുന്ന പോരായ്മകളുടെ കണക്കുകൾ ഞെട്ടിക്കുന്ന പോരായ്മകൾ തന്നെയാണ്. അത് ആരോഗ്യ കേരളം ഏത് രൂപത്തിലാണ്? ആരോഗ്യ കേരളം ICUയിലാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.